എങ്ങനെയാണ് നിലവിലെ മഴ സാഹചര്യം? എങ്ങനെയാണ് പമ്പാ നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ തുടരുന്നത്? എന്തൊക്കെ ആശങ്കാജനകമായ വിവരങ്ങൾ? അശ്വതി, ജലം അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാവിലെ നിന്ന ഇടത്തു നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങിയെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള പരിഹാരം ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഞ്ചികളിലും വള്ളങ്ങളിലുമൊക്കെ ആയിട്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം രാവിലെ 7 മണിയോടുകൂടിയൊക്കെ ആരംഭിച്ചതാണ്. 1 മണി പിന്നിട്ടിട്ടും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആളുകൾ അവിടെ പലയിടങ്ങളിലായിട്ടുണ്ട്, വീടുകളിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ആ വെള്ളത്തിൻ്റെ ഒരു പാട്, രാവിലെ ഉണ്ടായിരുന്ന ജലനിരപ്പ് എത്രത്തോളമായിരുന്നു, അതിലിപ്പം എത്രത്തോളം താഴ്ച വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നേരത്തെ അതെ, ഈ നിരപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഒരു സ്റ്റിക്കർ ഒട്ട് വെച്ചിട്ടുണ്ട്. ഈ നിരപ്പിൽ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്, ഒരടിക്ക് മുകളിൽ താഴ്ന്നിട്ടുണ്ട്. എന്തായാലും അത് ഏറെ ആശ്വാസകരമാണ്. മഴ ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ആശ്വാസത്തിലേക്ക് വൈകുന്നേരത്തോടു കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും റാന്നിയിൽ ഇങ്ങനെ ഈ രീതിയിലൊരു ആശങ്കയ്ക്കൊരു ആശ്വാസം ഉണ്ടാകുമ്പോൾ അതേസമയം ആറന്മുള പോലെയുള്ള ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം ഇവിടെ നിന്നൊക്കെയുള്ള വെള്ളം ഒലിച്ചെത്തുന്നത് ആറന്മുള മേഖലയിലേക്കൊക്കെയാണ്. അവിടെ ഈ ഘട്ടത്തിൽ വെള്ളപ്പൊക്കം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരത്തെ മുതൽ തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് മുതൽ തന്നെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാം തന്നെ നല്ല രീതിയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അവിടെ നിന്നും പൂർണ്ണമായിട്ടും ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. എന്തായാലും മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന രാവിലത്തെ ആ ഒരു വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം 2 ഉരുൾപൊട്ടലാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ചിറ്റാറിലും കോന്നിയിലുമായിട്ടാണ് ഉൾവനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതുമൂലം ആ പ്രദേശത്തുള്ള ജനവാസ മേഖലകളിലേക്ക് കല്ലും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു, മലവെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടപ്പുന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോഴും സുരക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. തഹസീൽദാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളും രക്ഷാ നടപടികളും ഒക്കെ ഏകോപിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും റാന്നിയിലാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായത്. അവിടെ പഴകുളം മധു MLA അതോടൊപ്പം തന്നെ SP ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആളുകളെ പരമാവധി ഇവിടെ നിന്നും ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. അതേസമയം ഈ ഭാഗങ്ങൾ, ആറന്മുള ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് തുടർന്നിട്ടുണ്ട്. അപ്പം ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ, വള്ളസദ്യ അടക്കമുള്ള ചടങ്ങുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉടൻ ഉണ്ടാകും. ഇന്ന് എന്തായാലും പൂർണ്ണമായിട്ടും പള്ളിയോടങ്ങൾക്ക് പമ്പാ നദിയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വള്ളസദ്യ ചെറിയ ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്ന് നടന്നത്. നാളെ സാഹചര്യം അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ തുടരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതല്ല എങ്കിൽ അല്ലെങ്കിൽ സാധാരണഗതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കൂടി മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആശങ്കയ്ക്കിടയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ആശങ്കാജനകമായ വിവരങ്ങളിൽ നിന്നും ആശ്വാസജനകമായ വിവരങ്ങളാണ് ഗോകുൽ ഇപ്പോൾ റാന്നിയിൽ നിന്നും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, ഞാൻ മടങ്ങിയെത്താം. നമുക്ക് കോട്ടയത്തേക്കൊന്ന് പോകണം. അതിനു മുമ്പ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർ പേരട്ട തോട്ടിൽ പാലത്ത് വീടുകളിൽ വെള്ളം കയറി 26 പേരെ മാറ്റി പാർപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 19 മുതിർന്നവരെയും 7 കുട്ടികളെയും ഉൾപ്പെടെ 26 പേരെയാണ് മാറ്റി താമസിപ്പിച്ചത്. ശക്തമായ മഴ തുടരുകയാണ് കണ്ണൂരിൽ. നമുക്കിനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് 2 ജീവനാണ്, അമ്മയും മകനും ഈ മഴക്കലിയിൽ അവരുടെ ജീവൻ പൊലിഞ്ഞു. എന്തായാലും ഇപ്പോൾ കോട്ടയത്തെ ഒരു മഴ സാഹചര്യം എങ്ങനെയാണ് തുടരുന്നത്? ഇനിയും ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണോ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ആശ്വാസകരമാണോ? അശ്വതി, കോട്ടയത്ത് 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം, മൂന്നിലവ്, പാലായ്ക്ക് സമീപമുള്ള പ്രദേശമാണ് മുണ്ടക്കയം, കൂട്ടിക്കൽ, ഇങ്ങനെ 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായത്. ഇതിൽ ഏറ്റവും രൂക്ഷമായ മഴക്കെടുതി ഉണ്ടായത് പയ്യനാതോട്ടത്തിലാണ്. 2 മരണം സംഭവിച്ചിരിക്കുന്നു. അമ്മയും മകനും മരിച്ചു. ഇന്നലെ അർദ്ധരാത്രി 2 മണിക്ക് മല ഇടിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായി. വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും
പതിച്ച് വീട് പൂർണ്ണമായി നിലം പതിക്കുകയായിരുന്നു. വീടിനടിയിൽ പെട്ട അമ്മയും മകനെയും 46 വയസ്സുള്ള റജീന, 15 വയസ്സുള്ള ജോസഫിൻ, രണ്ടുപേരെയും രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ദീർഘസമയം അവിടെ തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് രണ്ടുപേരുടെയും മൃതദേഹം, അമ്മയുടെയും മകന്റെയും മൃതദേഹം ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഈ വീട്ടിലെ ഗ്രഹനാഥൻ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വയോധികന്റെ വീട്ടിലെ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി രാത്രി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രഹനാഥൻ അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മറ്റു 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനുമാണ് ദാരുണാന്ത്യം ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ദുരിതം സംഭവിച്ചത് കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ നാശം ഉണ്ടാക്കിയത് ഈ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഈ മേഖലയിലാണ്. ഈ മേഖലയോട് ചേർന്നിരിക്കുന്ന കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. രാവിലെ ഉള്ള സമയത്തും ഈ ഇടവിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിലെല്ലാം പെയ്യുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴയാണ് ഈ മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത്. അങ്ങനെ കുറഞ്ഞ സമയത്ത് ഉണ്ടായ കൂടുതൽ മഴ ലഭിച്ചതാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്തും ഇടപെട്ടുള്ള മഴ ഇവിടെ ഈ മേഖലകളിൽ, കിഴക്കൻ മേഖലകളിലെല്ലാം ഉണ്ട്. കിഴക്കൻ മേഖലകളിൽ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പാലാ, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വെള്ളത്തിലായി. കുമളി, മുണ്ടക്കയം റോഡ് വെള്ളത്തിലായി. മുണ്ടക്കയം കോസ്വേ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. കിഴക്കൻ മേഖലകൾ പൂർണ്ണമായും വെള്ളത്തിലായ സാഹചര്യമാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോട്ടയം ജില്ലയിലെ ഈ കിഴക്കൻ മേഖലകളിൽ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നുള്ളതാണ്. ഇടപെട്ടുള്ള മഴ പെയ്യുന്നു. മഴയ്ക്ക് ശമനമില്ലാത്ത സാഹചര്യം. കിഴക്കൻ മേഖലയോട് ചേർന്നിരിക്കുന്ന മറ്റു മേഖലകളിലെ മീനച്ചിലാർ, മണിമലയാർ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയരുന്നതും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യം കാരണമാകുന്നുണ്ട്. തോടുകളിലും നദികളും കരകവിഞ്ഞ് ഒഴുകി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പല മേഖലകളിലും വീടുകളിൽ വെള്ളം കയറി ചെളി ഉണ്ടായ സാഹചര്യം, ആളുകൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം. കിഴക്കൻ മേഖലകളിൽ ഏത് സമയം വേണമെങ്കിലും പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തന സജ്ജമാക്കുന്നതിനൊപ്പം തന്നെ നിലവിൽ തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനും കിഴക്കൻ മേഖലകളിലെ ആളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം ഈ മുണ്ടക്കയം, പാലാ, മൂന്നിലവ്, തീക്കോയി, ഈരാറ്റുപേട്ട, പൂഞ്ഞാറിന്റെ വിവിധ മേഖലകൾ, ഈ മേഖലകളിലെല്ലാം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണികൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഈ മേഖലകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണിമലയാർ, മീനച്ചിലാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വതി, തീർച്ചയായും മിഥുൻ മുരളി കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോട്ടയത്തെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തുവിടുന്നത്. 4 ഇടത്താണ് ഇന്ന് ഉരുൾപൊട്ടലുണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. കോട്ടയത്ത് 2 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കോട്ടയത്ത് നിന്നും വരുമ്പോൾ നമുക്ക് കോഴിക്കോടുള്ള മഴ സാഹചര്യം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നും രമ്യാദാസ് ചേരുകയാണ്. രമ്യ, ഈ കോഴിക്കോട് കൂടരഞ്ഞ് ഉറുമിപ്പുഴയിലടക്കം വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഈങ്ങാപ്പുഴയിൽ വെള്ളപ്പൊക്കമുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ള മഴ സാഹചര്യം എന്നത് പറയുന്നതും വളരെയധികം ഭീതി ജനിപ്പിക്കുന്നതാണ്. കാരണം കോഴിക്കോടെന്ന് പറയുമ്പോൾ, കോഴിക്കോട് മഴ പെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വിലങ്ങാട് ഉരുൾപൊട്ടലാണ്. അപ്രതീക്ഷിതമായി എത്തിയ ഉരുൾപൊട്ടലാണ്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ്, ആശ്വാസകരമാണോ അതോ ആശങ്കാജനകമാണോ കോഴിക്കോട് നിന്നും വരുന്ന മഴ വാർത്തകളുമായി ബന്ധപ്പെട്ട രമ്യയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, കോഴിക്കോട് ടൗൺ മേഖലകൾ നിലവിൽ ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യമില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ തുടർച്ച തന്നെയായിരുന്നു മഴയുടെ. പക്ഷേ നിലവിൽ ഇപ്പോൾ ഏറെ ശാന്തമാണ്. മഴ വിട്ടൊഴിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പുകൾ. കാരണം റെഡ് അലർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പക്ഷേ മഴയുടെ ആശങ്ക ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇതുപോലെ തന്നെയാണ് മലയോര മേഖല ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്, ജില്ല തന്നെയാണ് കോഴിക്കോട്. നിലവിൽ ഈ ഈങ്ങാപ്പുഴയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ടൗൺ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏറെ നേരമാണ് ഗതാഗതമെല്ലാം ഈ മേഖലയിലെല്ലാം സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ കനത്ത മഴയെ തുടർന്നാണ് ഈ കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ തന്നെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് അടുത്തായിട്ടുള്ള ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടുകാരോടെല്ലാം ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കാനാണ് ഇപ്പോൾ നിലവിൽ അധികൃതർ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് ചാലിയാറിലും അതുപോലെ തന്നെ ഇരുവഞ്ചിപ്പുഴ, ചെറുപുഴ എന്നിവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം. ഇതോടെ ഈ ഒരു താഴ്ന്ന മേഖല, അതായത് കോഴിക്കോടിനെ എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായും ഈ താഴ്ന്ന മേഖലയിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്. ടൗണിൽ ഉൾപ്പെടെ നേരത്തെ രാവിലെ എല്ലാം തന്നെ മഴവെള്ളം ഒഴിഞ്ഞു പോകാതെ കാനകളെല്ലാം തന്നെ ഡ്രെയിനേജ് ഉൾപ്പെടെ ശരിയായ സ്ഥിതിയിലല്ലാത്തതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്. കാരണം ചെറിയൊരു മഴ പെയ്താൽ തന്നെ കോഴിക്കോട് നഗരം വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ട്. മറിച്ച് നമ്മൾ താഴ്ന്ന പ്രദേശങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്
നൽകിയിട്ടുണ്ട്. ഈ മാവൂർ മേഖലകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് നിലവിലുള്ളത്. ഈ കൊടിയത്തൂർ, ചാത്തമംഗലം, മാവൂർ, പെരുവയൽ തുടങ്ങിയ മേഖലകളാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുന്ന ഇത്തരത്തിൽ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ ഇവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നിൽക്കുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് ഉണ്ടാവാറ്. നിലവിൽ ഇപ്പോൾ ആരും അത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇനിയും മഴ വരും മണിക്കൂറുകൾ കണക്കുകയാണെങ്കിൽ അത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ ഈ മലയോര മേഖല എടുത്തു നോക്കിയാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ വിലങ്ങാടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇത്തരത്തിലൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളത്. കാരണം ചെറിയ രീതിയിലുള്ള മഴ പെയ്താൽ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു മേഖലയാണ് വിലങ്ങാട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ട്. അതിനാൽ തന്നെ വളരെ ഭീതിയിലാണ് ആളുകളെല്ലാം. കാരണം അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ കനത്ത മഴ തുടരുമ്പോൾ അവരെ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക, അത്തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ നിലനിൽക്കാറ്. പക്ഷേ അവർക്ക് ശാശ്വതമായ പരിഹാരം ഇതിൽ വേണമെന്നാണ് ഈ ഒരു ഉരുൾപൊട്ടലിന് ശേഷമല്ല നിരവധി കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്നതാണ്. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് എല്ലാം അവിടെ ചേർന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിലെ സ്ഥിതിവിശേഷം വിലയിരുത്താൻ വേണ്ടിയാണ് വളയം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലൊരു മീറ്റിംഗ് എല്ലാം അവിടെ ചേർന്നിരുന്നു. പക്ഷേ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ താമരശ്ശേരി മേഖലയാണ്, ചുരം മേഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇടം. അവിടെയും ഇതുപോലെ മഴ കനത്താൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്, യാത്രാ ദുരിതം എന്നും ആളുകൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. നിലവിൽ ഈ താമരശ്ശേരി ഇങ്ങാപ്പുഴ വഴിയുള്ള വയനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ട്രാഫിക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾ, അതായത് ബസ്സും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ, കാറുകൾ ഉൾപ്പെടെ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. കാരണം ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ വയനാട് ചുരം മേഖലയിലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ കോടഞ്ചേരി, കൂടരഞ്ഞി, പുതുപ്പാടി വില്ലേജുകൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ചില മേഖലകളുണ്ട്. ഇവിടെ ഈ വീടിന് ഭീഷണിയായി ഇത്തരത്തിൽ നിലനിൽക്കുന്ന ആളുകളോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾ നിർദ്ദേശങ്ങളോട് സഹകരിക്കണം, മാറി താമസിക്കണം. എന്തായാലും കോഴിക്കോട് നിന്നും അല്പം ആശങ്കാജനകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മഴ സാഹചര്യം മാറി നിൽക്കുമ്പോഴും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മാറാനുള്ള സൗകര്യങ്ങൾ വളരെ വൈകിയാണ് ബന്ധപ്പെട്ട അധികൃതർ ചെയ്തു നൽകിയതെന്നുള്ള ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇപ്പോൾ കോഴിക്കോട് നിന്നും പങ്കുവയ്ക്കാനുണ്ട്. ഇനി ഇപ്പോൾ ജനം TV സംഘം കൂട്ടിക്കൽ കൊടുങ്ങയിലെ ഉരുൾപൊട്ടൽ പ്രദേശത്ത് മിഥുൻ അയ്യപ്പൻ, അരുൺ കൊടുങ്ങൂർ അടക്കമുള്ള ജനം TV വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്നലെ പുലർച്ചെ 2 മണിക്കാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വലിയ നാശനഷ്ടമാണ് അവിടെ രേഖപ്പെടുത്തിയത്. കൃഷി പൂർണ്ണമായും നശിച്ചു. ജനവാസ മേഖലയിലേക്ക് ഉരുൾ എത്തുകയായിരുന്നു. റോഡ് ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ കൂട്ടിക്കലിൽ നിന്നും പുറത്തു വരുന്നത്. ഞങ്ങളുടെ വാർത്താ സംഘം ചേരുകയാണ്. അരുൺ കൊടുങ്ങൂരുണ്ട്, മിഥുൻ അയ്യപ്പനുണ്ട്. ഇരുവരിലേക്കുമാണ് ചോദ്യങ്ങൾ. എന്തായാലും പുലർച്ചെ 2 മണിക്കുണ്ടായ വലിയ ഉരുളായിരുന്നല്ലോ അരുൺ. എന്താണ് ശരിക്കും കൂട്ടിക്കലിൽ സംഭവിച്ചത്? ഇപ്പോൾ നിലവിലെ മഴ സാഹചര്യം അവിടെ എങ്ങനെയാണ് തുടരുന്നത്? എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഈ ഉരുൾപൊട്ടലിൽ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങയിലാണുള്ളത്. കൂട്ടിക്കൽ ഭാഗത്താണ്, മുണ്ടക്കയം കൂട്ടിക്കൽ ഭാഗത്താണുള്ളത്. ഇപ്പോൾ എനിക്ക് പുറകിൽ കാണാം, ഈ ഉരുൾപൊട്ടി എത്തിയ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മുകളിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഉരുൾ പൊട്ടി ഇവിടേക്ക് ഉരുണ്ട് വരികയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയം മാത്രമാണ് ഇപ്പോൾ JCB ഇവിടേക്ക് വന്ന് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഉരുൾ ഇങ്ങനെ പൊട്ടി കല്ലും അതുപോലെ തന്നെ മണ്ണും അടക്കമുള്ള ഈ വഴിയിലൂടെ താഴേക്ക് രൂക്ഷമായി പതിക്കുകയാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടുത്തെ നിരവധി റബ്ബർ കൃഷിയുള്ള ഭാഗമാണ്. ആ റബ്ബർ കൃഷിയുടെ ഭാഗങ്ങളെല്ലാം ഇത്തരത്തിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാഴക്കൃഷിയുടെ ഭാഗവും ഇത്തരത്തിൽ നശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മേഖലയെ കൃഷിയെ അവലംബിച്ച് ജീവിക്കുന്ന ആളുകളാണ്, കർഷകരാണ്. അവരുടെ ഉപജീവന മാർഗമെല്ലാം തന്നെ പൂർണ്ണമായി നശിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ആ വീട്, ആ ദൃശ്യങ്ങളിൽ നമുക്കൊരു വീട് കാണിക്കാൻ കഴിയും. ആ വീടിൻ്റെ തൊട്ടരികിലൂടെയാണ് ആ ഉരുൾ പൊട്ടി കടന്നു പോയിരിക്കുന്നത്. ആ വീടിൻ്റെ ഭിത്തിയിലെല്ലാം തന്നെ ചെളി തെറിച്ചതായിട്ടുള്ള കാണാം. അപ്പോൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വീട്ടുകാരും ആ വീടും രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നു. അതിശക്തമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖല അടക്കം തീർത്തും അപകടാവസ്ഥയായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം ഇപ്പോഴും വെള്ളം ശക്തിയായിട്ട്
ഒഴുകി വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ താഴ്ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം അരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയൊക്കെ കുറച്ച് അപകടം നിറഞ്ഞ അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ പ്രദേശവാസിയെ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, 2 മണിയോടെയാണല്ലേ ഈ ഒരു 2 മണിയാണ്. ഇതെൻ്റെ വീടാണ്. ഞാൻ ചേട്ടൻ്റെ വീടായിരുന്നു? എൻ്റെ വീടാണ്. 2 മണിയായപ്പോൾ ഞാൻ ഒരു 1:30 ഞാൻ എഴുന്നേറ്റ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതിലെ വെള്ളം ഒഴുകുന്നത് കാണാം. പെട്ടെന്നൊരു ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേന് ഭയങ്കര ഒരു മല പോലെ ഒരു സാധനം വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ജനലങ്ങ് അടച്ചേച്ചു. പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ഏതായാലും എങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയെന്ന് ഉറപ്പായി. ഞാനും കുടുംബവും കണ്ടുകൊണ്ട് നിൽക്കുക. പിന്നെ അമ്മയും പിള്ളേരും ഒന്നും അന്നേരം ഇത് അറിഞ്ഞില്ല, അറിയിച്ചുമില്ല. അത് കഴിഞ്ഞാൽ അറിയത്. ഈ മഴ മുന്നറിയിപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മാറി താമസിക്കാൻ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുള്ള സ്ഥലമല്ലല്ലോ ഇത്. ഇവിടെ ഇതിനു മുന്നേ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇന്നലത്തെ മഴയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഴയല്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചതാ. ഈ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററിലെ മുകളിൽ നിന്നായി സാധനം വന്നിരിക്കുന്നത്. വീടുകൾക്ക് വല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു നാശമില്ല. അല്ല, ഈ പ്രദേശത്ത് മറ്റു വീട്ടിലില്ല. ഇവിടെ ഇവിടെ ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീടിൻ്റെ മുഴുവൻ മണ്ണിടിഞ്ഞ് കയറി കിടക്കുവാണ്. ഇവിടെ ഒരു 3 വീടുണ്ട് ഇതിൻ്റെ മുകളിൽ വശത്ത്, ഈ റോഡിൽ സൈഡിൽ തന്നെ. അത് കൃഷി ചേട്ടൻ്റെ കൃഷിയാണോ? ഏതാ കൃഷി? എൻ്റെ അല്ല, ഇതെൻ്റെ അയൽക്കാർ പരുത്തപ്പാറ ശശി എന്ന് പറഞ്ഞ ആളുടെയാണ് വാഴക്കൃഷി. അത് മുഴുവൻ പോയി. മൊത്തം കൊലച്ച വാഴയായിരുന്നു. ഒരു മൂട്ടയിൽ 2 കൊലയില്ലാത്ത ഒരു വാഴ പോലും ഇല്ലായിരുന്നു. മൊത്തം പോയി. നമുക്കിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറിൻ്റെ അടക്കമുള്ള പ്രതികരണം നമുക്ക് ആരായേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുക. എത്രത്തോളം ഭീകരമാണ് ഈ മേഖലയിലെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് റോഡ് ഒലിച്ചു പോയിട്ടില്ല, പക്ഷേ അതിന് താഴെയുള്ള മണ്ണെല്ലാം തന്നെ ഈ വെള്ളത്തിനൊപ്പം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മറ്റ് ആളുകളെല്ലാം തന്നെ ചേരുകയാണ്. ചേട്ടാ, ഇവിടെ ഈ നാട്ടുകാരനാണോ? അതെ അതെ. എന്തായിരുന്നു ഇപ്പോഴത്തെ ഇന്നലത്തെ 2 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്? 2 മണി 2:30 കൂടിയാണ് അപകടം ഉണ്ടായത്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. തന്നെ താമസിക്കുന്ന ആളാണ്. നമ്മുടെ വീടിന് പ്രശ്നമില്ല. വീടിൻ്റെ മുറ്റം വരെ വെള്ളം ചെളിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ മെമ്പർ ജനപ്രതിനിധി കൂടി ചേരുകയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു? ഇപ്പം നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മേളിൽ നിന്ന് വന്ന ഉരുളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ മേൽഭാഗത്ത് കൃഷിഭൂമിയാണ്. ഈ റോഡ് മുതൽ താഴോട്ട് ജനവാസ മേഖലയാണ്. ഭാഗ്യം കൊണ്ടാണ് ആ വീട്ടിലേക്ക് ഉരുൾ കയറാതിരുന്നത് അവർ രക്ഷപ്പെട്ടതും. അവരിപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുവീട്ടിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന് മുകളിലേക്ക് വരുന്ന ഭാഗത്ത് വീടിൻ്റെ പുറയിലുള്ള വലിയ മൺഭിത്തികൾ ഇടിഞ്ഞ് വീട്ടിലേക്ക് വരികയും ജനലൊക്കെ പൊട്ടി അതിനകത്തൂടെ വെള്ളവും ചെളിയും വീടിനകത്ത് കയറുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മണ്ണൊന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല. റോഡ് ഗതാഗതയോഗ്യമല്ലായിരുന്നു. ഇപ്പം JCB വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് പ്രദേശങ്ങളിൽ ഇതുപോലെ റോഡ് ബ്ലോക്കായി കിടപ്പുണ്ട്. കൈപ്പള്ളി മേഖലയിൽ ഒരു വലിയ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. പൂഞ്ഞാർ പോകുന്ന റൂട്ടാണ്. അതുപോലെ തന്നെ ഇളങ്കാട് ടോപ്പ് മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ പോകുന്ന വഴി, ഇപ്പം നമ്മൾ നിൽക്കുന്ന വഴി ഇളങ്കാട് പൂഞ്ഞാർ റോഡാണ്. ഇതിൻ്റെ മേൽഭാഗത്ത് റോഡ് ബ്ലോക്കായി കിടപ്പുണ്ട്. അതെല്ലാം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ നിലവിൽ ആളപായങ്ങളോ വീടിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴയെ തുടർന്ന് ഒരു 12 മണിക്ക് ശേഷം തുടങ്ങിയാണ്. 12 മണിയായപ്പോൾ മണ്ണിടിച്ചിൽ തുടങ്ങി. ഇവിടെ ഉരുൾപൊട്ടൽ 2 മണിയായപ്പോഴാണ് സംഭവിച്ചത്. എല്ലാവരും ജാഗ്രത പാലിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമ്മുടെ പൊതുപ്രവർത്തനായിട്ടുള്ള അജീബ് പൂജാർ ചെറിയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഒട്ടാകെ വലിയ ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ ഇവരുടെ ഒരു പുനരധിവാസം ഒക്കെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഒരു വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ പകൽ സമയം മുതൽ നിർത്താതെയുള്ള മഴയാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അപകടം ഇവിടെ സംഭവിക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കൊരു മുൻകരുതലില്ലായിരുന്നു. എന്തായാലും ഇവിടെ അധികാരികളുമെല്ലാം വളരെ ഒരു ശ്രദ്ധ ഈ ഭാഗത്തിന് കൊടുക്കേണ്ടതാണ്. കാര്യം ഇവിടെ ഒരു തലനാരിഴയ്ക്കാണ് ഇവിടെ ഈ സംഭവം നടന്നത്. തൊട്ടടുത്തൊരു വീട്ടിൽ അവിടുത്തെ അംഗങ്ങൾ രക്ഷപ്പെട്ടതെന്നുള്ളതാണ് ഒരു വലിയ ഒരു സത്യമായ കാര്യമാണ്. നമുക്കറിയാം ഇവിടെ ഈ കോട്ടയം ജില്ലയുടെ ഈ കിഴക്കൻ മേഖലയിൽ എരുമേലിയും അടക്കമുള്ള മേഖലയിലെല്ലാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിമലയാറിൻ്റെ തീരത്ത്, പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്ന ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളും താൽക്കാലിക സംവിധാനങ്ങളും ഒക്കെ ഒലിച്ചുപോയ ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മുടെ അരുൺ കൊടുങ്ങൂരുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അരുണ്, ഈ മേഖല നമുക്കറിയാം, നേരത്തെ കൂട്ടിക്കൽ അവിടുത്തെ വലിയ ഉരുൾപൊട്ടലെല്ലാം റിപ്പോർട്ട് ചെയ്ത വ്യക്തി കൂടിയാണ്. ഈ മേഖല ഇപ്പോഴും
ആ ഒരു ഭീഷണി പിന്നിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും ഇനി അധികൃതരുടെ മുന്നിലേക്ക് അതോടൊപ്പം തന്നെ പൊതുജനം മുന്നിലേക്ക് എത്താത്ത ഇതുപോലെ ഒരുപാട് ഇടങ്ങളുണ്ട്. കാരണം അത്ര ഒരു ഭീകരമാണ്, ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം, അത്ര ഭീകരമായുള്ള ഒരു കാഴ്ചയാണ്. തലതാരിഴയ്ക്കാണ് ഇവിടെ ഒരു വലിയ ദുരന്തം, വൻ ദുരന്തം ഒഴിവായത്. അത്ര ഭീകരമായ ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. നമുക്കറിയാം കൂട്ടിക്കൽ ദുരന്തം നമുക്കറിയാവുന്നതാണ്. കേരളത്തെ കണ്ണീരണിയിച്ച ആ വലിയ ദുരന്തം, ആ ദുരന്തം നടന്ന അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പ്രദേശം കൂടി ഉള്ളത്. അത്ര വലിയൊരു അവസ്ഥയിൽ തന്നെയാണ് ഈ പ്രദേശം ഒന്നാകെ ഉള്ളത്. നമുക്കറിയാം നേരത്തെ ഇത്തരത്തിലൊരു വലിയ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിലൊക്കെ നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെയാണ്. ഒരു വലിയ ആശങ്കയോടെയല്ലേ? അതെ, വളരെ ആശങ്കയോടെയാണ്. ഇവിടെ ഈ കഴിഞ്ഞ കൂട്ടിക്കൽ ദുരന്തം നമുക്കറിയാം, ഏകദേശം 22 പേരോളം മരണപ്പെട്ട ഒരു ദുരന്തമാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ പല കാര്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഉള്ളതാണ്. ഇപ്പോഴീ മഴ കണ്ടിന്യൂ ആയി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ജനങ്ങൾ നിലനിൽക്കുന്നത്. ശരിക്കും എല്ലാ ആളുകളെയും സുരക്ഷിത സ്ഥാനത്ത്, കാരണം ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഒരു ഇടപെടൽ ഇവിടെ ആവശ്യമാണ്. അതെ, നമ്മളിപ്പോഴും ഇപ്പോൾ ഈ കൊടുങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുണ്ട്. ഞറക്കാട്, മുക്കുളം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ അറിയപ്പെടാത്ത രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം ഈ കൂട്ടിക്കലും അതുപോലെ മുണ്ടക്കൈ ഭാഗങ്ങളിലോട്ടാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് വളരെ അധികമായിട്ട് മുണ്ടക്കൈ ഭാഗങ്ങളിൽ എത്തിച്ചേരുക. അവിടുത്തെ കടകൾക്കും അവിടുത്തെ ജനങ്ങൾക്കും വളരെ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ മുണ്ടക്കയും കോസ്വേയിലും അടക്കമുള്ള സാഹചര്യം ഏറ്റവും അപകടകരമായ പുലർച്ചെ ഉണ്ടായ ഒരു കാഴ്ചകൾ കൂടിയുണ്ടല്ലോ. അത് ഇന്ന് ഏകദേശം ഒരു 2:30-3 മണിയോട് കൂടിയാണ് മുണ്ടക്കയത്ത് ഈ വെള്ളത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ സമയത്ത് മുണ്ടക്കയം കോസ്വ ജംഗ്ഷനിലുള്ള കടകളിൽ വെള്ളം കയറുകയും ആ കടകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും അവിടെ ഈ നമ്മുടെ ആ കോസ്വയുടെ 2 കൈവരികളെല്ലാം നഷ്ടപ്പെടുകയും സാഹചര്യം ഉണ്ടായി. അതിനുശേഷം രാവിലെ തന്നെ നിരവധി അവിടുത്തെ പൊതുപ്രവർത്തകരും സേവാഭാരതിയും പഞ്ചായത്തും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കടകൾ ക്ലീൻ ചെയ്യുകയും അവിടുത്തെ പാലങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ആ ഞെട്ടലിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. എന്നാലും ഈ പ്രദേശത്തുള്ള ആളുകളുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത്. ശരിക്കും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക.